അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി പെയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നേ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് മാസ്കിങ് എന്ന് പറയുന്നത്. നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ്, അതുപോലെ തന്നെ വിൻഡോസ്, ഗ്ലാസ്, ഹാൻഡിൽസ്, അതുപോലെയുള്ള എല്ലാ പെയിൻറ്റ് വരണ്ടാത്ത എല്ലാ ഭാഗങ്ങളും നമ്മൾ പ്രോപ്പറായിട്ട് മാസ്കിങ് ടേപ്പ് വെച്ച് മാസ്ക് ചെയ്യണം. ഈ മാസ്കിംഗ് ടേപ്പ് ഒരു സൈഡിൽ മാസ്കിംഗ് ടേപ്പ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ റോള് 450 രൂപയ്ക്ക് കടയിൽ കിട്ടും. അത് മേടിക്കുക. അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ മാസ്കിംഗ് ടേപ്പ് അതും മേടിക്കുക. അപ്പോൾ ഇത് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മാസ്കിംഗ് ടേപ്പിൻ്റെ ആ ഒരു റോൾ ഷീറ്റ് വെച്ചിട്ട് നമുക്ക് പ്ലാസ്റ്റിക് ഓൾറെഡി അതിൽ അറ്റാച്ച്ഡ് ആണ് ഒരു എൻഡിൽ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒരു സൈഡ് ഇങ്ങനെ ഒട്ടിച്ച് പോകണം. അത് കഴിഞ്ഞ് മറ്റേ സൈഡ് ജസ്റ്റ് സെപ്പറേറ്റ് ഒരു മാസ്കിംഗ് ടേപ്പ് വെച്ച് ഒട്ടിക്കാം. ഈ ഒരു ഷീറ്റിൽ തന്നെ ഒരു ലെയർ എടുക്കുമ്പോൾ തന്നെ അതിൽ മടങ്ങി പല ലെയർ പ്ലാസ്റ്റിക് ഉണ്ട്. അപ്പോൾ ഒരു തിക്കായിട്ടുള്ള പ്ലാസ്റ്റിക് ലെയർ അതിനകത്ത് ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ നമുക്ക് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മിററിൽ അങ്ങനെ ഇങ്ങനെ ചെറിയ സ്ഥലത്തിട്ട് പ്ലാസ്റ്റിക് മാത്രമായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചെയ്യണത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓരോ എഡ്ജും വളരെ പ്രിസൈസ് ആയിട്ട് ചെയ്യണം മാക്സിമം. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ടൂൾ വെച്ചിട്ട് നമ്മൾ എഡ്ജസൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കറക്റ്റ് അവിടെ ഒരു അലൈനായിട്ട് ഇരിക്കണുണ്ടോയെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മളത് മാസ്കിംഗ് ടേപ്പ് റിമൂവ് ചെയ്യാൻ നേരത്ത് ചെറിയ സ്പോട്ട്സ് പെയിൻറ്റ് പറ്റാത്ത ബോഡിയിലുണ്ടാവും. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് ഇത് ചെയ്യണം. ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ ന്യൂസ് പേപ്പർ കാര്യങ്ങളും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ മാസ്കിംഗ് ടേപ്പ് ന്യൂസ് പേപ്പറും വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ്, അങ്ങനെ എല്ലാ ഏരിയ മാക്സിമം നമ്മൾ പ്രോപ്പറായിട്ട് കവർ ചെയ്ത് വിടണം. നമ്മൾ പെയിൻറ്റ് കാര്യങ്ങളെല്ലാം മേടിച്ചു. പെയിൻറ്റിന് നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു 6500 രൂപ റേഞ്ചിലാണ് പെയിൻറ്റിന് വന്നിരിക്കുന്നത്. അതായത് പെയിൻറ്റ്, പ്രൈമർ, ക്ലിയർ കോട്ട് എല്ലാം ചേർത്തിട്ടാണ്. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ വണ്ടി സെഡാൻ മോഡലായതുകൊണ്ട് അതിന് എത്ര ലിറ്റർ പെയിൻറ്റ് വേണം, എത്ര കോട്ട് അടിക്കണം എന്നുള്ളൊരു കണക്കോ കാര്യങ്ങളോ നമുക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ നമ്മളിതെല്ലാം നോക്കിയത് ChatGPT വഴിയാണ്. അപ്പം അതിനകത്ത് കിട്ടിയ അളവും കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മൾ കടയിൽ പോയി പെയിൻറ്റ് മേടിച്ചത് കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഒരു അഡ്വൈസും നമ്മൾ ചോദിക്കും. അപ്പോൾ നമ്മൾ പെയിൻ്റ് അടിക്കാൻ പോകുന്ന റെഡ് കളർ പെയിൻ്റാണ്. അപ്പോൾ ഈ വോൾസ്വാഗൺ പോളോ, GT അങ്ങനെയുള്ള കാറുകളിലുള്ള ഒരു റെഡ് ഉണ്ട്. ആ ഒരു റെഡാണ് നമ്മൾ നമ്മുടെ വണ്ടിയിൽ അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഗ്രേ നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് പിടിച്ച് കഴിഞ്ഞാലും പല സ്ഥലത്തും അൺഈവനായിട്ട് ഇരിക്കാം. അപ്പോൾ റെഡ് അതിൻ്റെ മേലിൽ അടിക്കുമ്പോൾ ഒരു ഈവൻ റെഡ് കളർ കിട്ടണമെങ്കിൽ നമുക്ക് അതിൻ്റെ മേലിൽ ഒരു ലൈറ്റ് കളറുള്ള പ്രൈമർ ഒരു ലെയർ കോട്ടിങ് അടിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഫുൾ പ്രൈമർ നമ്മൾ മേടിച്ചിട്ടുണ്ട്, ലൈറ്റ് ഗ്രേയിലുള്ള. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പെയിൻറ്റ് അടിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലുള്ള ഗ്രില്ല് ഏരിയയിലൊക്കെ നമുക്കൊരു പേപ്പറോ കാര്യങ്ങളെല്ലാം തിരികെ അതിന് ആ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ട് വേണം പെയിൻറ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ അടിക്കുമ്പോഴത്തേക്ക് അവിടെ ഉള്ള മറ്റേ അകത്തേട്ടൊക്കെ പെയിൻറ്റ് ഇങ്ങനെ നിറച്ചും പോകും. അപ്പോൾ മാക്സിമം പറ്റുന്ന രീതിയിൽ എല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ കവർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മളിത് ചെയ്യാൻ നേരത്ത് ടയറും കാര്യങ്ങളും ഈ സെയിം മാസ്കിംഗ് ഷീറ്റ് വെച്ച് തന്നെയാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. അതിൽ ഷീറ്റ് നല്ല നീളമുണ്ട്. നമ്മളതൊന്ന് റോൾ ചെയ്ത് ഒരു സൈഡ് ഒട്ടിച്ച് കഴിയുമ്പോഴത്തേട്ടും കട്ട് ചെയ്ത് കഴിയുമ്പോൾ താഴത്തേട്ട് ഇഷ്ടംപോലെ നമുക്ക് അഴിക്കാനുള്ള ഇതുണ്ട് പ്ലാസ്റ്റിക്കിൽ. അപ്പോൾ അത് വെച്ച് നമ്മളിങ്ങനെ ഫുൾ നിവർത്തി എല്ലാ ഏരിയയും പ്രോപ്പറായിട്ട് കവർ ചെയ്ത് വെക്കണം. ഒരു ഗ്യാപ്പ് പോലും കിട്ടാത്ത രീതിയിൽ. അത് നമ്മുടെ ഇവിടെ ആക്ച്വലി പൂച്ചയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പൂച്ചയൊക്കെ കയറി ഇടയ്ക്കിടയ്ക്ക് ഇത് കുറേയൊക്കെ കീറി കളഞ്ഞു. പക്ഷേ അത് നമ്മൾ പിന്നെയും കവർ ചെയ്തു. അതുപോലെ തന്നെ ലോഗോസ് കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ഒട്ടിക്കണം. ഞാൻ ചെയ്ത സ്ഥലങ്ങളിൽ കുറേ ചെറിയ മിസ്റ്റേക്സ് വന്നു. പക്ഷേ ഇതെനിക്ക് എല്ലാം കഴിഞ്ഞ അവസാനമാണ് എനിക്കത് റിയലൈസ് ചെയ്തത്. നമ്മൾ കുറച്ചുകൂടെ പ്രിസൈസായിട്ട് ഇതെല്ലാം ചെയ്യണം എന്നുള്ള സംഭവം. കാരണം നമുക്ക് പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മളിത് പൊളിച്ച് കളയാൻ നേരത്ത് നമുക്ക് കറക്റ്റ് ഒരു 90 ഡിഗ്രി ആംഗിളിൽ വലിച്ച് ഇങ്ങനെ കളഞ്ഞാലാണ് അത് കറക്റ്റായിട്ട് പൊളിഞ്ഞു വരുള്ളൂ. അല്ലെങ്കിൽ പെയിൻറ്റ് അതിൻ്റെ ഒപ്പം പൊളിഞ്ഞു വരും. അല്ലെങ്കിൽ ഒരു കട്ടർ വെച്ചിട്ട് നമ്മൾ അടുത്ത് പൊളിക്കുന്ന നേരത്തെ ഏതെങ്കിലും പെയിൻറ്റ് ജസ്റ്റ് പീൽ ഓഫ് ആയി വരുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് പ്രോപ്പറായിട്ട് കട്ട് ചെയ്ത് വിടണം. അപ്പോൾ പ്രൈമർ അടിച്ച് തുടങ്ങുകയാണ് നമ്മൾ. അപ്പോൾ ഈ പ്രൈമർ അടിക്കുന്നതിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ സംഭവമില്ല പെയിൻറ്റ് അടിക്കണതിൽ. അതേപോലെ തന്നെ നമ്മളെടുത്ത സ്പ്രേയറിൽ നമുക്കൊരു ചെറിയൊരു അബദ്ധം പറ്റി. ആ സ്പ്രേയറിൽ പാറ്റേൺ ചില സമയത്ത് കറക്റ്റായിട്ട് വരില്ല. അതിനകത്ത് നമ്മൾ ട്രയലായിട്ട് കാർഡ്ബോർഡിൽ എപ്പോഴും അടിച്ച് നോക്കണം. അതിൻ്റെ വരുന്ന ഫ്ലൂയിഡ് കറക്റ്റാണോ, അതിൻ്റെ ഓരോ നോബും കറക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നമ്മൾ ചെയ്തിട്ട് വേണം ചെയ്യാൻ. പക്ഷേ നമ്മൾ ട്രയൽ അടിക്കുമ്പോഴൊക്കെ വർക്കായാലും നമ്മൾ പെയിൻറ്റ് കാറിലോട്ട് അടിക്കാൻ നേരത്തെ ഇടയ്ക്കിടയ്ക്ക് അതിൽ ഒട്ടും സ്ട്രെയിറ്റ് അല്ലാണ്ട് പല രീതിയിലാണ് ഇതിൽ നിന്ന് ഇത് വന്നുകൊണ്ടിരുന്നത്, പെയിൻറ്റ് ഫ്ലോ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് പ്രൈമർ അടിച്ചപ്പോൾ തന്നെ നമുക്ക് ഈ ടൈഗർ സ്ട്രൈപ്സ് പോലെ പല ലൈൻസ് അതിൽ വളരെ വിസിബിളായിട്ട് വന്നു. അപ്പോൾ ഒരു ലെയർ നമ്മളത് അടിച്ച് ഫുൾ ഒരു കോട്ടിങ് അടിച്ച് കഴിഞ്ഞ് നമ്മളതിൽ പിന്നെയും
ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് പോലെ ഒട്ടും ലൈൻസ് വിസിബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ പിന്നെയും രണ്ടാമതൊരു കോട്ടിങ്ങിന് ജസ്റ്റ് അവിടെ ചെയ്യേണ്ട വന്നു. അതുപോലെ തന്നെ നമ്മൾ ഓരോ പ്രൈമറും ഓരോ യൂസുള്ള പ്രൈമറുണ്ട്. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് മാറിപ്പോവാതെ നമ്മൾ എടുക്കണം. ലിസ്റ്റ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടാനായിട്ട് ജെമിനി അല്ലെങ്കിൽ ChatGPT യൂസ് ചെയ്യുക. അപ്പോൾ എന്ത് പ്രൈമറിൻ്റെ കൂടെ എന്ത് ഇത് വേണം എല്ലാം കറക്റ്റായിട്ട് അവിടെ നിന്ന് നമുക്ക് ലിസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്കതിന് ഓരോ റേഷ്യോയും ഉണ്ട്, ഓരോ അളവുണ്ട്. ഇത്ര ml പെയിൻറ്റിന് ഇത്ര ml ഇത്ര ml പെയിൻറ്റിന് ഇത്ര ml തിന്നർ ഉപയോഗിക്കണം, എങ്ങനെയുള്ള കണക്കുകളുണ്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യണം. പിന്നെ ഡയറക്റ്റ് സ്പ്രെയറിലോട്ട് ഒഴിക്കരുത്, വേറൊരു പാത്രത്തിൽ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് വേണം സ്പ്രെയറിലോട്ട് ഒഴിക്കാൻ. അതല്ലെങ്കിൽ അതിൻ്റെ തിക്നെസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ പ്രൈമർ അടിച്ചു കഴിഞ്ഞ് നമ്മൾ വണ്ടി ഒരു ദിവസം ഫുള്ളായിട്ട് ഉണങ്ങാൻ വിട്ടു. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് സാൻഡ് ചെയ്യുകയാണ്. പുതിയ പെയിൻറ്റിന് ഒരു ഗ്രിപ്പ് പിടിച്ചിരിക്കാനായിട്ട് ഒരു ഗ്രിപ്പിന് വേണ്ടി നമ്മൾ ലൈറ്റായിട്ടൊന്ന് സാൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ലൈറ്റ് സാൻഡിങ്ങിന് ശേഷം നമ്മളത് നല്ല രീതിയിൽ പൊടി കാര്യങ്ങളെല്ലാം തുറച്ച് കളയണം. റാക്ക് ക്ലോത്തൊക്കെ വെച്ച് പിന്നെ ക്ലീൻ ചെയ്യണം. അതിൻ്റെ മേളിലായിരിക്കണം നമ്മൾ പിന്നെ പെയിൻറ്റ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പ്രൈമർ അടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എന്ത് കഷ്ടമുള്ള പരിപാടിയാണ്. നമുക്ക് ഒരിക്കലും ഈസി ആയിട്ട് അങ്ങനെ ചെയ്തു തീർക്കാൻ പറ്റുന്ന പരിപാടിയല്ല. നമ്മൾ ഈ കംപ്രസർ നമ്മൾ റെൻറ്റിനെടുത്തു. 200 രൂപയാണ് ഒരു ദിവസത്തെ റെൻറ്റ് കംപ്രസറിന് വരുന്നത്. അതുപോലെ തന്നെ സ്പ്രെയർ അതിൻ്റെ ഒപ്പം വരും. പക്ഷേ ആ സ്പ്രെയർ നമുക്ക് പറഞ്ഞ പോലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സ്പ്രെയറിൽ ചെയ്യാൻ. പക്ഷേ നമ്മൾ ആ തുടക്കം അത് കുഴപ്പമില്ല, അത് കവറായി പൊക്കോളും ശരിയായിക്കോളും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അടുത്ത ലെയറും അതിൽ തന്നെ അടിച്ചു. പിന്നെ റെഡ് പെയിൻറ്റ് അടിക്കുന്നതും ഒരു ലെയർ ഇതിൽ തന്നെ അടിച്ചു. പിന്നെ നമുക്ക് മനസ്സിലായി ഫിനിഷിങ് പണി പാളും. അപ്പോൾ സ്പ്രെയർ മാറ്റണം, എന്നാലേ അവസാനത്തെ ലെയറെങ്കിലും കുറച്ച് നമുക്ക് ശരിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്തൊരു സ്പ്രെയർ എടുത്തിട്ടാണ് റെഡ് പെയിൻറ്റ് അടിക്കാൻ നേരത്ത് ഫൈനലിലേക്ക് കോട്ടിങ് അടിച്ചത്. അപ്പോൾ ഇതിൻ്റെ നോബ് കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്താൽ എത്ര അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാം. അതിനകത്ത് ഭയങ്കര ഒട്ടും ശരിയായിട്ട് കറക്റ്റായിട്ടല്ല വരുന്നത്. ചില സമയത്ത് വൈഡ് വരുന്നുണ്ടെങ്കിലും ചില സമയത്ത് വൈഡ് എന്നുള്ളത് പല ഷേപ്പിൽ ഷേപ്പിലൊക്കെയാണ് അതിൽ നിന്ന് സ്പ്രേ വരുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ മിറർ വൈപ്പർ ഇതെല്ലാം കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊന്നും ബമ്പർ ഇതൊന്നും അഴിച്ചിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മാസ്കും ഗോഗിൾസും. അപ്പോൾ മാസ്ക് വെക്കുന്നതിൻ്റെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പെയിൻറ്റ് പാർട്ടിക്കിൾസ് വളരെ ആറ്റമൈസ് ചെയ്താണ് പോകുന്നത് എയറിലോട്ട്. അപ്പോൾ അത് നമ്മൾ ശ്വസിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒന്നാമത് ഒരു ക്ലോസ്ഡ് എൻവയൺമെൻറ്റിൽ നമ്മളത് ശ്വസിച്ചുകൊണ്ടിരുന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ മാസ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. നമ്മളത് മസ്റ്റായിട്ടും പർച്ചേസ് ചെയ്തിരിക്കണം. ഞാൻ റൂഫിലൊക്കെ ഫസ്റ്റ് കോട്ട് റെഡ് പെയിൻറ്റ് അടിച്ചപ്പോഴാണ് ഈ സ്പ്രെയറിൻ്റെ അത്രയും പ്രശ്നം എനിക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ ഹാൻഡ് മൂവ്മെൻറ്റ് കാര്യങ്ങൾ നമ്മൾ ഈവനായിട്ട് കൊണ്ടുപോകണം. പക്ഷേ നമ്മൾ ചെയ്തത് കുറേ പുരോഗമനം നമുക്ക് വരുത്താനുണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈം എന്നുള്ള നിലയിൽ നമ്മളിത് ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് കൂടെ ചെയ്യുന്നത് കൊണ്ട് നമ്മളിത് നിങ്ങൾക്ക് അറിയാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുത്തത്. കാര്യങ്ങളെല്ലാം പെയിൻറ്റ് മിക്സ് ചെയ്യാനായിട്ട് നമ്മുടെ ഡാഡി കൂളുണ്ട്. എല്ലാം കറക്റ്റ് സമയത്ത് പറയണതനുസരിച്ച് മിക്സ് ചെയ്ത് തരും, റേഷ്യോ അനുസരിച്ച്. അതുപോലെ തന്നെ ഇതിൻ്റെ നമുക്ക് ഈ സ്പോയിലർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം റിമൂവ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. സ്പോയിലറിൻ്റെ ആ ഗ്യാപ്പിലൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ചില സ്ഥലത്ത് കൂടുതലും ചില സ്ഥലത്ത് കുറവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ ശ്രദ്ധിക്കാനുണ്ട്. ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം ഈക്വലായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഒറ്റ ഫിനിഷിങ്ങിൽ ഒറ്റ സ്ട്രെച്ചിൽ ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡ് വരെ ചെയ്ത് ഇങ്ങനെ പോകണം. അല്ലെങ്കിൽ നമ്മൾ ഓരോ പെയിൻറ്റിൻ്റെ ഇപ്പോൾ ഒരു മേളിൽ പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞ് സൈഡിലടിക്കുമ്പോഴത്തേട്ടും അതിൻ്റെ ആ ഒരു ലൈൻ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ ഒരു ലൈൻ പോലെ ഹാർഡായി കഴിഞ്ഞാൽ അടുത്ത ഇതിലടിക്കുമ്പോൾ അത് ഈവനായി കിട്ടാൻ പാടാണ്. പിന്നെ എല്ലാവരും ചെയ്യേണ്ടത് ഞാനൊരു സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും പെയിൻറ്റ് ചെയ്യാനായിട്ട് കംപ്രസർ എന്തിനെടുത്തോ സ്പ്രേയർ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കണം. അതുപോലെ തന്നെ ഈ കംപ്രസറിൻ്റെ ഒരു ഫിൽറ്ററുണ്ട്, എയർ മോയ്സ്ചർ അതിൽ വരുന്നത് സ്പ്രെയറിലൂടെ ഇടയ്ക്ക് കയറി വരും. അപ്പോൾ ആ ഒരു മോയ്സ്ചർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ വെള്ളം ഡ്രിപ്പ് ചെയ്ത് അവിടെ ഇങ്ങനെ ഭയങ്കര പാടുപോലെ വരും. നമ്മൾ പെയിൻറ്റ് ചെയ്യണ ചില സ്ഥലങ്ങളിൽ ചില സമയത്ത് മാത്രമേ ആ വെള്ളം കയറി വരുള്ളൂ. അപ്പോൾ അതിനൊരു മോയ്സ്ചർ വേണം. അതുപോലെ തന്നെ നമ്മുടെ മാസ്കിൽ വെച്ചിരിക്കുന്ന ഫിൽട്ടർ എന്തോരം അതിനകത്ത് പെയിൻറ്റ് പാർട്ടിക്കിൾസ് ആഡായിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. അത്രയും ഡേഞ്ചറസ് ആണ്. നമ്മളത് വളരെ സൂക്ഷിച്ച് മാസ്ക് ഇല്ലാണ്ടൊന്നും ഒരിക്കലും ചെയ്യരുത്. അതുപോലെ ചുമ്മാ തുണിയൊക്കെ കെട്ടിയ മാസ്കാന്ന് വിചാരിച്ച് മാസ്ക് ആയി എന്ന് പറഞ്ഞാലും അങ്ങനെ പോകരുത്. അതിൻ്റെ കൂടെയൊക്കെ ഈസി ആയിട്ട് അത് കയറി പോകും പെയിൻറ്റ് പാർട്ടിക്കിൾസ് എല്ലാം. വണ്ടി റെഡ് പെയിൻറ്റ് അടിച്ച് അവസാനത്തെ ലെയറൊക്കെ ആയപ്പോഴത്തേക്കും വണ്ടിയിൽ അത്യാവശ്യം ഒരു ഫിനിഷൊക്കെ കിട്ടി.
ചെറിയ ഓറഞ്ച് പീൽ ടെക്സ്ചർ ഉണ്ട്. അപ്പോൾ ഒരു 5 ഫീറ്റ് മാറി എന്ന് നോക്കിയാൽ വണ്ടി പെർഫെക്റ്റാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ സ്മൂത്തായിട്ടുള്ളൊരു ഫിനിഷ് കിട്ടണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈമാണ്, അത്രയും പെർഫെക്ഷൻ ഒരിക്കലും കിട്ടില്ല. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ വിചാരിച്ചതിലും അപ്പുറം നമുക്ക് ഫിനിഷിങ് കാര്യങ്ങൾ കിട്ടി. അപ്പോൾ ഇപ്പോൾ ഒരു മാറ്റ് ഫിനിഷാണ് റെഡ് കളർ ഈ ഒരു പെയിൻറ്റിൻ്റെ 2 ലെയർ കോട്ടിങ് കഴിഞ്ഞ് നമുക്ക് കിട്ടിയത്. മൂന്നാമതൊരു ടച്ചപ്പ് ലെയർ കോട്ടിങ് കൂടെ നമ്മൾ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ക്ലിയർ ആണ് നമ്മൾ അവസാനം ചെയ്തത്, ക്ലിയർ കോട്ട്. ഈ ക്ലിയർ കോട്ട് അടിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ബ്ലാക്ക് ഷീറ്റുകൾ ചുറ്റുവിട്ടതുകൊണ്ട് നമുക്ക് കുറച്ച് ലൈറ്റിൻ്റെ കുറവുണ്ടായിരുന്നു. വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഫ്രണ്ട് ഏരിയയിലൊക്കെ നല്ല ഷാഡോ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ട്രാൻസ്പെറൻറ്റ് ഷീറ്റായിരിക്കും നിങ്ങളെല്ലാവരും ഇപ്പോൾ ഇങ്ങനെ ഒരു പെയിൻറ്റ് ബൂത്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അതുപോലെ തന്നെ ക്ലിയർ കോട്ട് അടിക്കുമ്പോൾ നമ്മൾ 2 കോട്ടാണ് അടിച്ചത്. ആദ്യത്തെ കോട്ട് വളരെ ലൈറ്റായിട്ടൊരു കോട്ട് അടിച്ചു. ഒരു 20 മിനിറ്റ്സ് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പോൾ തന്നെ സെക്കൻഡ് കോട്ട് അടിച്ചു. സെക്കൻഡ് കോട്ട് കുറച്ച് തിക്കായിട്ടുള്ളൊരു കോട്ട് അടിച്ചു. അതിന് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് പുതിയ ഇതാണ്, സ്പ്രേയറാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്ര ഇഷ്യൂസൊന്നും രണ്ടാമത്തെ ഇതിൽ ഫേസ് ചെയ്യേണ്ട വന്നില്ല. രണ്ടാമത്തെ സ്പ്രേയർ എടുത്ത് ഉപയോഗിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ ആദ്യത്തെ സ്പ്രേയർ എത്ര മോശമായിരുന്നു എന്നുള്ളത്. എത്രയും നേരത്തെ നമ്മൾ അതിലോട്ട് മാറണമായിരുന്നു, പക്ഷേ നമ്മൾ അതൊന്നും ചിന്തിച്ചില്ല. അപ്പോൾ ക്ലിയർ കോട്ട് അടിച്ചപ്പോൾ നമുക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നല്ല പുതിയ സ്പ്രേയർ ആയതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ക്ലിയർ കോട്ട് അടിക്കാനായിട്ട്. അതുപോലെ തന്നെ അത് റെൻറ്റിനെടുത്താണ്, 100 രൂപയ്ക്ക് ഒരു ദിവസത്തെ റെൻറ്റിനെടുത്താണ് അടുത്തുള്ളൊരു കടയിൽ നിന്ന് അവർ പുതിയതൊരെണ്ണം മേടിച്ച് കൊണ്ട് വെച്ചപ്പോൾ ഞാൻ പോയി നോക്കി കണ്ടു. അപ്പോൾ തന്നെ അവിടെ നിന്ന് റെൻറ്റിനെടുത്തുകൊണ്ട് പോന്നു. നിങ്ങൾക്കിപ്പോൾ ഒരു ഫ്യൂച്ചറിലും നിങ്ങൾ ഇനിയും ചെയ്യാൻ പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു സ്പ്രേയർ നിങ്ങൾക്ക് മേടിച്ച് വെക്കാം. 1400 to 3000 റേഞ്ചിൽ നല്ല സ്പ്രേയറുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കംപ്രസർ മാത്രം റെൻറ്റിന് എടുത്താൽ മതി. അപ്പോൾ ഈസി ആയിട്ട് വളരെ ചിലവ് ചുരുക്കി നമുക്ക് ചെയ്യാൻ പറ്റും. പോരാത്തിന് നല്ല ഫിനിഷും കിട്ടും. നമ്മൾ സ്പ്രേയറിൽ നമ്മൾ ലാഭിക്കാൻ നോക്കരുത്, സ്പ്രേയറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പെയിൻറ്റിങ്ങിൻ്റെ പ്രെപ്പ് വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മളതെല്ലാം എങ്ങനെയെങ്കിലും ചെയ്തെടുക്കാം. പക്ഷേ അതിൽ തെറ്റ് പറ്റിയാലും നമുക്ക് ശരിയാക്കാം. പക്ഷേ പെയിൻറ്റിങ്ങിൽ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണത് ശരിയാക്കിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും കാണുക. എല്ലാവരും കാറിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റായിട്ട് നമ്മൾ ഫുൾ ഔട്ട് റിവീൽ ചെയ്യുന്ന രീതിയിൽ ഉടനെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും അങ്ങോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്.